ഹലോ ഹായ്. ഇന്ന് നല്ലൊരു മെഴുക്കുവരട്ടിയാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഈ നോയമ്പ് സമയത്ത് ഈ ഒരൊറ്റ കറി മതി. പിന്നെ അച്ചാറും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഊണ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഈ മെഴുക്കുവരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ സവാളയും വെളുത്തുള്ളിയും, അപ്പോൾ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക്, കറിവേപ്പില. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും. അപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു മീഡിയം സൈസ് തക്കാളി, അതോട് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി ഉടഞ്ഞ് വരണമെന്നൊന്നുമില്ല കേട്ടോ, ഇതുപോലെ തന്നെ മതി. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഒരു വലിയ പീച്ചിങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അതും ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും, ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ മെഴുക്കുവരട്ടിയുടെ വെജിറ്റബിൾസ്. പീച്ചിങ്ങി, ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വെച്ച് വെക്കാത്തവർ ഇതുപോലെ ഒന്ന് വെച്ച് വെക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് മതി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, അതിൽ തന്നെ കിടന്നാണ് കേട്ടോ വേകുന്നത്. നമ്മുടെ പീച്ചിങ്ങയ്ക്ക് കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് തന്നെ പൊട്ടറ്റൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ കറി വയ്ക്കുകയാണെങ്കിൽ ചോറ് കഴിക്കാൻ ഈ ഒരൊറ്റ കറി മതി. ഒരു 10-15 മിനിറ്റ് മതി കേട്ടോ നമ്മുടെ ഈ കറി ഒന്ന് കുക്കാവാനായിട്ട്. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ സൂപ്പറായിട്ടുണ്ട്. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വന്നോളൂ. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.